ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട്? റമ്യാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷമൊക്കെ? അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇതേമാതിരി ഓരോ വീഡിയോസൊക്കെ ആയിട്ട് വരും. നിങ്ങളൊന്ന് സഹിക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും നമ്മളെ വീഡിയോ ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുതേ. ഇപ്പോൾ ന്യൂ ഇയർ ഒക്കെ ആവാൻ പോവാണല്ലോ. നമ്മളെ കോഴിക്കോട് മാനേജറ സ്ക്വയറിലൊക്കെ നല്ല ലൈറ്റിങ്ങും സെറ്റപ്പൊക്കെ ഉണ്ട് എന്ന് ഓൾറെഡി നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ അറിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഇതങ്ങനെ ഒന്നുമല്ല. ഇത് 2 വർഷം മുന്നേ നമ്മൾ അരീക്കോട് ഒരു ഫുഡ് ഫെസ്റ്റ് നടന്നതാണ് കേട്ടോ. ഓറിയൻ്റ് സ്കൂളിൻ്റെ കീഴിൽ അതൊരു മെഗാ സംഭവം തന്നെയായിരുന്നു. അന്ന് എടുത്ത് വെച്ച ഒരുപാട് വീഡിയോസ് എൻ്റെ ഫോണിലുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതെല്ലാം കൂട്ടി ഒരു ചെറിയ വ്ളോഗാക്കിയിട്ട് അങ്ങോട്ട് ഇടാമെന്ന്. ഒരുപാട് ഞാൻ ഡിലീറ്റ് ചെയ്തു കേട്ടോ, സ്പേസിലായിട്ട്. അപ്പോൾ മെമ്മറീസ് ബ്രിങ് ബാക്ക്. അപ്പോൾ അത് സംഭവം വേറെ ലെവലാണ് കേട്ടോ. ഇതാ 2024 എനിക്ക് തോന്നണത്. ആ ഒരു ലൈറ്റിങ്ങിൽ അങ്ങനെയാണ് കണ്ട ഒരു വർഷം നടന്ന സംഭവമാണ്. ഇതിൻ്റെ ഇടയിൽ ഞാൻ വോയിസ് ഓവറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഔട്ടായി പോയിന് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇതൊരു നൈറ്റ് വ്യൂ ആണ്. മണല് വാരിട്ടാൽ താഴേക്കെത്താത്ത അത്രയും ജനമാണ് കേട്ടോ. നമ്മളെ അരീക്കോട് സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, അത്യാവശ്യം വലിയൊരു സ്റ്റേഡിയം തന്നെയാണ്. നമ്മളെ നവകേരള സദസ്സ് പോലെയുള്ള ഒരുപാട് ആളുകൾ കൂടാൻ സാധ്യതയുള്ള പരിപാടികളൊക്കെ വെച്ച് നടത്തുന്നൊരു സ്റ്റേഡിയമാണ്. എത്ര അതിൻ്റെ കറക്റ്റ് സ്ക്വയർ ഫീറ്റും കാര്യങ്ങളൊന്നും എനിക്ക് പറയാനറിയില്ല. പക്ഷേ അവിടെ വരെ ആളുകൾ തിങ്ങി നിറഞ്ഞിട്ടുള്ളൊരു ഗ്രാൻഡ് പരിപാടിയായിരുന്നു. 2024 കേട്ടോ ഇത് നടന്നത്. അപ്പോൾ പലർക്കും അറിയുന്നുണ്ടാവും. പിന്നെ അന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വ്ളോഗ് ഇടണമെന്ന് കരുതിയിട്ട് ചെയ്ത് വെച്ചതായിരുന്നു. പിന്നെ എനിക്കെന്തോ ഇത്രയും നല്ലൊരു പരിപാടി ആയതുകൊണ്ട് അത് ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാനും തോന്നിയിട്ടില്ല. പക്ഷേ സ്റ്റോറേജ് കുറയുന്ന സമയത്ത് ഒരുപാട് ക്ലിപ്സ് ഡിലീറ്റ് ആയി പോയിന് കേട്ടോ. അപ്പം ഇപ്പം എനിക്ക് ഫോണൊന്ന് ക്ലിയർ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ വഴി അറിയിക്കാം. അപ്പോൾ ഈ രാത്രി അതിലേക്ക് പോവുകയാണ് കേട്ടോ, ആ ഒരു പ്രോഗ്രാമിലേക്ക്. അപ്പോൾ അതാ നല്ല ട്രാഫിക് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഹെവി ബ്ലോക്ക്. 2 വർഷം മുന്നേ ആയതുകൊണ്ട് എനിക്ക് ചെറിയൊരു മറവിയൊക്കെ ഉണ്ട് എങ്ങനെയാണ് എന്താണ്. എന്നാലും ഈ ഒരു വിഷ്വൽ വെച്ചിട്ട് ഞാൻ പറയാം, ഭയങ്കര ബ്ലോക്ക് കേട്ടോ. അപ്പോൾ ഇത് മെയിൻ റോഡാണ്. മെയിൻ റോഡിൽ നിന്ന് പിന്നെ പോക്കറ്റ് റോഡിൽ കയറിയിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോണത്. കാരണം മെയിൻ റോഡിൽ ഒരു ബൈക്ക് ഒരു തുള്ളി പോലും മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ. അപ്പോൾ നമ്മളിതാ താഴെ അരീക്കോടിൻ്റെ താഴത്തങ്ങാടി റോട്ടിലേക്ക് കയറുകയാണ്. അതിലൂടെ പോയാൽ ഒന്നും കൂടെ ഈസിയായിട്ട് പോകാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഞങ്ങളെപ്പോലെ എല്ലാവരും കരുതിയതുകൊണ്ടാണെന്നറിയില്ല, അവിടെ അതിലും വലിയ ബ്ലോക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഒരുപാട് ബൈക്കുകളും വണ്ടികളൊക്കെ ആയിട്ട് ആ റോഡും നല്ല ബ്ലോക്കായിരുന്നു. അപ്പോൾ രാത്രി ടൈമിൽ മക്കളൊക്കെ കൊണ്ടുപോയാൽ എന്തായാലും കൈവിട്ട് പോയാൽ പിന്നെ നമുക്ക് കിട്ടൂല, അത്രയ്ക്ക് തിരക്കേനി. അപ്പോൾ ഞാൻ ലിനുവിനെ കൊണ്ടാണ് പോണത്. എന്നാൽ വീഡിയോസ് എടുക്കാനും അങ്ങനെ ഒരാളെ കമ്പനിക്ക് എന്നുള്ള രീതിയിൽ. ഇവിടെ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട് താഴത്തങ്ങാടി കേട്ടോ. അപ്പോൾ നമ്മളെ വണ്ടി ഇവിടെ നിർത്തി. നല്ല ബ്ലോക്കാണ്, ഇവിടെ നിന്നാണ്ട് വണ്ടി കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പോൾ പിന്നെ തൽക്കാലം ഇവിടെ അങ്ങനെ നടക്കാം. പാർക്കിംഗ് ഏരിയ ആക്കി പൈസ എടുത്താൽ മതി. അങ്ങനെ ഇതാ ഞങ്ങൾ കുറേ കത്തിയൊക്കെ അടിച്ച് അവസാനം ഇവിടെ എത്തിയാണ് കേട്ടോ. അപ്പോൾ ഈ ബോർഡിലുണ്ട് 13-ാം തീയതി ജനുവരി അങ്ങനെ എങ്ങാണ്ടോ ആ ഡേറ്റ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ആ ഒരു ഡേറ്റിൽ നടന്നതാണ്. അപ്പോൾ എൻട്രിയിൽ തന്നെ കണ്ടില്ലേ, ആളുകളെ കൊണ്ടൊരു കണ്ണും കാതുമില്ല. പിന്നെ അതിൻ്റെ പുറമെ ഇവിടെ ഇതുപോലെ ഒരുപാട് നല്ല അടിപൊളി ഡെക്കറേഷൻ. ഇപ്പോൾ മാനേജർ സ്ക്വയറിലൊക്കെ നല്ല തിരക്കാണെന്ന് വീഡിയോസിലൊക്കെ അങ്ങനെ കണ്ടിനി. അതേ അനുഭവം തന്നെയാണ് കേട്ടോ. ആ ഒരു ഭംഗി കാണാനും വേണ്ടിയിട്ട്. പിന്നെ അടിപൊളി ഡെക്കറേഷനുമാണ്, പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ അത് കാണാനും പിന്നെ അവിടുത്തെ വെറൈറ്റി ഫുഡുകൾ, കുട്ടികൾ ഒരുക്കിയൊരു പരിപാടിയല്ലേ. എത്രയോ സ്റ്റാളുകൾ, ആ ഗ്രൗണ്ട് ഫുള്ള് സ്റ്റാളായിരുന്നു. ഓരോ ക്ലാസ് റൂമിന് ഓരോ ഗ്രൂപ്പായിട്ട് അങ്ങനെയൊക്കെ. അപ്പോൾ അതിലൊക്കെ വെറൈറ്റി ഫുഡ് ഐറ്റംസും അങ്ങനെ ടോട്ടലി ഒരു വിപ്ലവം തന്നെയായിരുന്നു അത്. അപ്പോൾ അത് ആ വീഡിയോൻ്റെ ഇടയിൽ ചിലപ്പം നിങ്ങൾ പരിചയമുള്ള ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടാവും. അതിൻ്റെ ഇടയിൽ ഫുഡ് ഫെസ്റ്റ് ആണല്ലോ. അപ്പോൾ കുറേ വേഷധാരികളെ ഡ്രസ്സ് പ്രസൻറ്റേഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ നിർത്തിയിട്ട് അവരെ ഒരു പ്രസൻറ്റേഷനും ഫുഡ് പ്രസൻറ്റ് ചെയ്യുക, അത് സെയിലാക്കുക എന്നുള്ളതൊക്കെ ഓരോരുത്തരെ ഒരു കോമ്പറ്റീഷൻ ലെവലിലായിരുന്നു അവിടെ നടന്നത് കുട്ടികൾ തമ്മിൽ. 8ാം ക്ലാസ്സും 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സും. അപ്പോൾ അത്യാവശ്യം വലിയ മക്കളാണല്ലോ.
അപ്പോൾ ഇതാ ഈ ഒരു ലൈറ്റ് സെറ്റപ്പൊക്കെ കണ്ടില്ലേ, ഇത്രയും നല്ല അടിപൊളി പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഇനിയും ഇതിൻ്റെ ഗാലറിയിൽ നിന്ന് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു നഷ്ടമായിരിക്കും. അപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ഇവിടെ കിടക്കട്ടെ. ഇനിയും ഇതുപോലെ 2-3 വീഡിയോസും കൂടെ ഉണ്ട് പഴയത് വരാൻ. ഇപ്പോൾ നിങ്ങളൊന്ന് സഹിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യട്ടോ. വളരെ കുറഞ്ഞ ആളുകൾ, 100-ൽ താഴെ ആളുകളൊക്കെയാണ് ഇപ്പോൾ വീഡിയോസ് കാണുന്നത്. എൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് തന്നെയാണ്, ഞാൻ റെഗുലറായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാത്തതുകൊണ്ടാണ്. എന്നാലും കാണുന്നവർ ലൈക്കും ഹൈപ്പൊക്കെ കൊടുത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്താൽ ചിലപ്പം കുറച്ചും കൂടി പേരിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് വ്യൂസ് വരുന്നത് കാണുമ്പോൾ ഒന്നും കൂടെ വീഡിയോസ് ചെയ്യാനുള്ളൊരു പ്രചോദനം കിട്ടും ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഏണിങ്സ് എന്നതിലുപരി ഇതൊക്കെ ഒരു മെമ്മറീസായിട്ട് സൂക്ഷിക്കാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പ്രോപ്പറായിട്ട് ഒരു യൂട്യൂബർ എന്നുള്ള രീതിയിലല്ലാതെ ഒരു ഇതിൽ വർക്ക് ചെയ്യാത്തത്. ഇൻഷാ അല്ലാഹ് ഒക്കെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ എനിക്കിപ്പം ഗാലറി ഒന്ന് ഫ്രീ ആയി കിട്ടേണ്ട ആവശ്യമുണ്ട്. അതെന്താണെന്നുള്ളതൊക്കെ ഞാൻ വഴിയെ പറയാം. ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന വിഷ്വൽസ് ഞാൻ ഈ അധികം വോയിസ് ഓവർ കൊടുത്ത് കൊളാക്കേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് തന്നെ കണ്ടാലറിയാം. അത്രയ്ക്ക് ജനത്തിരക്ക് എന്ന് പറഞ്ഞാൽ ഒരു കാല് ഒന്ന് മുന്നോട്ട് നീങ്ങാൻ അത്രയും ആളുകളുടെ ഇടയിൽ കൂടെ, അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സ്റ്റാളുകൾ, പിന്നെ ലൈവായിട്ട് അവിടെ പുക പോകണില്ല, ലൈവ് കുക്കിങ്ങൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അഫോർഡബിൾ റേറ്റും ഉള്ളൂ. അങ്ങനെ ഒരു ഇതാണെന്ന് വെച്ചിട്ട് പിടിച്ച് പറിക്കുന്ന റേറ്റൊന്നും ഇല്ല ഇനി. അപ്പോൾ ഒരു നേരത്തെ ഫുഡ് വീട്ടിൽ ഒഴിവാക്കിയിട്ട് എല്ലാവരും അവിടെ കഴിക്കാൻ വന്ന പോലെ. അപ്പോൾ നമുക്ക് എല്ലാ ഐറ്റംസും ഉണ്ട്. ചെറിയ സ്നാക്ക് ഐറ്റം മുതൽ നമുക്ക് ടൈം പാസിന് കുറിക്കാൻ പറ്റിയ ഐറ്റം മുതൽ ഹെവി ഫുഡായിട്ടുള്ള ഒരുപാട് വെറൈറ്റി ഐറ്റംസ്, വേൾഡിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള വെറൈറ്റി, മാക്സിമം വെറൈറ്റീസ് ഇൻക്ലൂഡ് ചെയ്യാനാണ് പല സ്റ്റാളുകളും ശ്രമിച്ചിട്ടുണ്ടായിന്. അത് ഓരോ സ്റ്റാളിനും ഓരോ പേരും ഉണ്ടായിന്. ഇപ്പോൾ ഈ ഒരു സ്റ്റാൾ എരിവും പുളിയും. അപ്പോൾ അവിടുത്തെ പാരൻസ് തന്നെയാണ് കേട്ടോ, മക്കളെക്കാളും വാശിയിൽ പാരൻസ് എന്ന് പറയും പോലെയാണ് അവിടെ സെയിൽസൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെ വീഡിയോസ് എടുത്ത് പോകണം. അപ്പോൾ ഇതിലൊക്കെ കണ്ടോ ഓരോ ഹട്ടുകളായിട്ട് ഇങ്ങനെ, ഇതൊക്കെ ഓരോ സ്റ്റാളുകളാണ് കേട്ടോ. ഒക്കെ വെറൈറ്റി പേരുകളും ഫുഡായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഹോട്ടലിനൊക്കെ പേരിടാൻ അന്നത്തെ ദിവസം അവിടെ വന്നാൽ കിട്ടുമായിരുന്നു. കാരണം അത്രയും വെറൈറ്റി ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള പേരുകളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റാളും ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുക്കാൻ കഴിയൂല, അത്രക്ക് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ. അപ്പോൾ അതങ്ങനെ എടുത്ത് പോയപ്പോഴാണ് എൻ്റെ ഫ്രണ്ടിനെ കണ്ടത്. അപ്പോൾ അവളെ മോന് ഇവിടെ പഠിക്കുന്നുണ്ട്. ചട്നിയാണല്ലോ ഓക്കെ ഇഷ്ടമായി, ഓക്കെ ചട്നിയാണല്ലോ ഇഷ്ടമായി. അപ്പോൾ എടുത്തുന്നൊരു മസാല ദോശയൊക്കെ വാങ്ങി ടേസ്റ്റ് ചെയ്ത് അതിൻ്റെ ഇടയിൽ ചെറിയ സ്നാക്കും കാര്യങ്ങളൊക്കെ വാങ്ങി കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്താനിട്ടോ ഇനി ക്ലിപ്പ് പോയതോ എനിക്കറിയില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ കണ്ടോ ബിരിയാണിയൊക്കെ അതേമാതിരി പാഴ്സലൊക്കെ വാങ്ങിക്കൊണ്ടുപോകും കേട്ടോ. പിന്നെ ലൈവ് പൊറോട്ട, ലൈവ് വെള്ളപ്പം കാര്യങ്ങൾ, അതിൻ്റെയൊക്കെ ഒരു സെക്ഷൻ. വെള്ളപ്പൊക്കെ ഉണ്ടാവും ചുട്ടിങ്ങനെ എറിയണത്, അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു വലിയൊരു കിച്ചൺ തന്നെ, ഗ്രാൻഡ് ഓപ്പണിംഗ് എന്ന് പറയും പോലെ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ടായിനി. പിന്നെ ആളുകൾ കണ്ടോ, നാനാ ഭാഗത്തുനിന്നും കുറേ ആളുകൾ ഇവിടെ ഗ്രൗണ്ടിൽ ഇറങ്ങാൻ ബുദ്ധിമുട്ടായിട്ട് അവിടെ കയറിയിരിക്കണമൊക്കെ ഉണ്ട്, ഫുഡ് കഴിക്കാനും ആസ്വദിക്കാനും. പിന്നെ വലിയ സ്ക്രീനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് അതിൽ കാണാനുള്ള സംഭവമൊക്കെ ഉണ്ട്. പിന്നെ അത് ഓരോരോ പേരുകൾ കണ്ടോ, വെക്കണൗത്ത് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തതാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് വീഡിയോസ് ഡിലീറ്റ് ചെയ്ത് പോയി. അതിൽ പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് ലൈവ് സെക്ഷനാണ് കേട്ടോ. അപ്പോൾ നല്ല വലിയ മീനുകളും ഇത് പൊള്ളിച്ചോ വറുത്തോ ഏത് രീതിയിലാണെന്ന് വെച്ചാൽ നമുക്ക് അപ്പം തന്നെ ക്ലീൻ ചെയ്ത് നന്നാക്കി തരും. അങ്ങനെ ഫ്രഷ് ഐറ്റംസാണ്. പിന്നെ ക്രാബ്, ചെമ്മീൻ, അങ്ങനത്തെ വലിയ വലിയ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഇതായിട്ട് എന്തായാലും നല്ല അടിപൊളി പ്രോഗ്രാം തന്നെയാണ്. 2 വർഷം കഴിഞ്ഞല്ലോ, എന്നാലും ആ ഒരു ഓർമ്മ വെച്ചിട്ട് മെമ്മറബിളായിട്ടുള്ള. ഇനി അങ്ങനെ ഒരു പ്രോഗ്രാം എന്നുണ്ടാവും എന്നൊന്നും അറിയില്ല. കാരണം അത്യാവശ്യം നല്ല സെറ്റിങ്സും ഹാർഡ് വർക്കും ഒക്കെ ഇതിൻ്റെ പുറകിൽ ആവശ്യമാണ്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വരാതെ വരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.